12 മുറിയുള്ള വിശാലമായ സെറീൻ ക്രൂയിസിലൂടെ അതിന്റെ ഇടനാഴിലൂടെ നടക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന ഒരു വില്ലയൊക്കെ വീടൊക്കെ ഒറിജിനൽ വീട് പണിത് വെച്ചിരുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ഫ്രണ്ട് വശം അതിന്റെ മുഖപ്പ് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ഞാനിപ്പോൾ പുന്നമടക്കായലിന് മീതെ സെറീൻ ക്രൂയിസിലാണ് നിൽക്കുന്നത്. ആലപ്പുഴ എന്ന് പറയാൻ പറ്റത്തില്ല, കേരളത്തിലെ ഏറ്റവും മുന്തിയ ഹൗസ് ബോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 12 കിടപ്പ് മുറികൾ, ഏതാണ്ട് 300ഓളം പേർക്ക് ഒരേ സമയം കായൽ കാഴ്ചകളും കായൽ വിഭവങ്ങളും ആട്ടും പാട്ടും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ പുന്നമടക്കാരൻ കൂടിയായിട്ടുള്ള മോൻസി ചേട്ടൻ്റെ ബോട്ടിലാണ്. ഏറ്റവും പുതിയ ബോട്ട് എന്തായിരുന്നു? ഇങ്ങനത്തെ ഒരു ബോട്ട് പണിയാന്നുള്ളൊരു ആഗ്രഹം എന്തായിരുന്നു? നേരത്തെ പറഞ്ഞ ആ സ്വപ്നം എന്തായിരുന്നു? അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ പുന്നമടക്കാരനാണ്. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ ഈ വള്ളവും വെള്ളവും ഒക്കെ ആയിട്ട് പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10-15 വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ പലതരത്തിലുള്ള വള്ളങ്ങളും ഹൗസ് ബോട്ടും ഒക്കെ. അപ്പം നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്നുവരെ ഇല്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു വെറൈറ്റി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ആലപ്പുഴക്കാരൻ തന്നെയാണ് നമ്മുടെ ഈ വള്ളം പണിതിരിക്കുന്നത്. പന്ത്രണ്ട് മുറിയുള്ള വിശാലമായ സെറീൻ ക്രൂയിസിലൂടെ അതിന്റെ ഇടനാഴിലൂടെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇപ്പൊ മുൻചേട്ടന് കുറച്ച് ഗുജറാത്ത് ബന്ധമൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കൊന്നൊരു നോർത്ത് ഇന്ത്യൻ ടച്ചും കൂടെ കൊണ്ടുവന്നുണ്ടല്ലേ. ഈ ബെഡ്റൂമിലൊക്കെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ കായൽ കാഴ്ചയും കൂടെ ആസ്വദിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് വിശാലമായിട്ടുള്ള ജനലുകൾ നൽകിയിട്ടുണ്ട്. ഇത് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റുന്ന ജനലുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കായൽ കാറ്റ് AC ഒക്കെ ഓഫ് ചെയ്തിട്ടൊരു കായലിൻ്റെ ഫീല്, ആ വിൻഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ആ ഒരു ബ്രീസിംഗ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് സുഖമായിട്ട് 2 ജനലും തുറന്നിടാൻ പറ്റും. വിശാലമായിട്ട് എനിക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ജനലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കിടന്നു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ ഈ കായൽ കാഴ്ചയൊക്കെ കണ്ട് മനോഹരമായിട്ടുള്ള കായൽ കാഴ്ചകൾ പുന്നമടയും മാർത്താണ്ഡവും റാണിയും ചിത്തുരയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് വരാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ കുടുംബമായിട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുക റൂമല്ല, ടോയ്ലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ടോയ്ലറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ ടോയ്ലറ്റാണ്, ചെറുതല്ല. ഇപ്പോൾ ഒരു ബാത്തിങ് സ്പേസ്, നല്ല വിശാലമായൊരു ബാത്തിങ് സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഒരു ടോയ്ലറ്ററി ഫെസിലിറ്റിയും കൂടെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മോൻസിയേട്ടാ, ഈ ആലപ്പുഴ വരുന്ന ബോട്ടുകൾ, ഞാൻ എല്ലാവരോടും എന്നെ വിളിക്കുന്നവരോടൊക്കെ പറയും സേഫ്റ്റി ഉള്ള ബോട്ടിൽ കയറണം. നിങ്ങൾക്ക് സുരക്ഷയായിട്ട് കയറാനും പറ്റണം, ഇറങ്ങാനും പറ്റണം. അതിനൊക്കെ ഉള്ള എന്തൊക്കെ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇതിപ്പോൾ നമ്മളുടെ ഈ ചുറ്റിൽ നോക്കിയാൽ തന്നെ കാണാം, നമ്മൾ എല്ലാവിധ സേഫ്റ്റി കയറുന്നവർക്കുള്ള ജാക്കറ്റ്, ബാക്കിയുള്ള വള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എല്ലാവിധ സേഫ്റ്റി സൗകര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്വാഗതം. സെറീൻ ക്രൂയിസിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മോൻസിയേട്ടനെയോ അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാലും മതി. ഞങ്ങൾ 2 പേരും ഈ ബോട്ടിലുണ്ടാവും. മോൻസിയേട്ടൻ തിരിച്ചു പോകുമെങ്കിലും ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ബുക്ക് ചെയ്യാം അല്ലേ? നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. നമ്മുടെ ഓൾറെഡി വെബ്സൈറ്റ്, ഒരു മീഡിയേറ്ററിനും സഹായം വേണ്ട. നമ്മൾ നേരെ നമ്മുടെ വെബ്സൈറ്റിൽ പോവുക. നമ്മുടെ വെബ്സൈറ്റിൽ പോയി നമ്മുടെ ബുക്കിംഗ് പോർട്ടൽ ഉണ്ട്. നമ്മുടെ ബുക്കിംഗ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസം നമുക്ക് ബുക്കിംഗ് ഇല്ല കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് അറിയാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന താരിഫ് കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ചിലപ്പം തോന്നും ഇവരുടെ താരിഫ് കാണുമ്പോൾ ഇത് വലിയ, പക്ഷേ ആ വലിയ താരിഫ് നിങ്ങളിവിടെ വന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ്. അല്ല, അതിന് കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ വേണം താമസിക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 5000 രൂപയ്ക്കും ഇവിടെ ഹൗസ് ബോട്ട് ഉണ്ട്. പക്ഷേ 5000 രൂപയ്ക്ക് താമസിക്കുന്നതും സെറീൻ ക്രൂയിസിൽ താമസിക്കുന്ന തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു ഹൗസ് ബോട്ട് വരുമ്പോൾ പൈസയ്ക്ക് അപ്പുറം നിങ്ങൾ ചിന്തിക്കേണ്ടത് സേഫ്റ്റിയാണ്, രണ്ടാമത് ഭക്ഷണമാണ്, പിന്നെ സൗകര്യങ്ങളാണ്. ഇത് 3ഉം ഒരു ഗംഭീരമായിട്ട് തരാൻ പറ്റുന്ന ഒരു ക്രൂയിസാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്ത കുറച്ച് ആൾക്കാർ റീയൂണിയൻ ഞങ്ങൾ സെറീൻ ക്രൂയിസ് വെച്ച് നടത്താൻ പോകണം. അതിൻ്റെ വിശേഷങ്ങളോട് കാണാം. എന്നോടൊപ്പം കഴിഞ്ഞ വർഷം യൂറോപ്പിൽ വന്ന കുറേ അധികം ആൾക്കാർക്കൊപ്പം ഞങ്ങൾ വീണ്ടും ആലപ്പുഴയിൽ ഒന്ന് ഒത്തുചേർന്നിരിക്കുകയാണ്. ആലപ്പുഴയിലെ സെറീൻ ക്രൂയിസിലാണുള്ളത്. അവരെല്ലാവരും പുറത്തുണ്ടെന്ന് പരിചയപ്പെടുത്താം.
അപ്പൊ അതെ ഈ ടീമുകളൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്ത് വീണ്ടും എന്നെ വിശ്വസിച്ച് വന്നേക്കുന്ന ആൾക്കാർ എങ്ങനെയുണ്ട് ആലപ്പുഴ? ഹാപ്പിയാണോ? അപ്പൊ ഞങ്ങളിങ്ങനെ ആലപ്പുഴ പുന്നമടക്കായലും തുടങ്ങി വേമ്പനാട്ട് കായലിൽ ഇപ്പൊ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണിത്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഫുഡും വളരെ നന്നായിരുന്നു. യൂറോപ്പിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു നല്ല സ്റ്റാൻഡേർഡ് ഈ ബോട്ടിനുണ്ട്. വളരെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഇതിലെ സ്റ്റാഫ് എല്ലാം വളരെ നല്ല പെരുമാറ്റം, നല്ല ഹോസ്റ്റിംഗ് ആയിരുന്നു അവരുടെ, നല്ല ഫുഡായിരുന്നു. എല്ലാ രീതിയിലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ഞങ്ങൾ 34 പേർക്കും ഒരുപാട് സന്തോഷം നൽകിയ ഒരു ഡേ ക്രൂയിസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കൊടുക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാ നമ്മുടെ കൂടെ യാത്ര ചെയ്ത ആൾക്കാർ, യൂറോപ്പിൽ യാത്ര ചെയ്ത ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർബറിന് എങ്ങനെയുണ്ട് ഭക്ഷണം? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ടീം മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹൗസ് ബോട്ട് ചൂസ് കഴിഞ്ഞാൽ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഭക്ഷണം ഏതാണ് നല്ലതെന്നുള്ളത് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടീമുണ്ട്. അപ്പം സെറൈൻ ക്രൂയിസിൽ നല്ല ഭക്ഷണവും നല്ല സർവീസും ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വരിക.